എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. SDPI എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ വിങ്ങാണ്. അപ്പോൾ SDPIയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. SDPIയുടെ നാഷണൽ പ്രസിഡൻറ്റ് MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്തത് അതിന് തെളിവാണ്. എന്നാൽ ഇന്ന് വന്ന ഒരു വാർത്ത, മലപ്പുറത്ത് SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA റെയ്ഡ്, 4 പേർ കസ്റ്റഡിയിൽ, ഒരാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി. മലപ്പുറം മഞ്ചേരിയിൽ SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA റെയ്ഡ് നടത്തി. 5 വീടുകളിലാണ് റെയ്ഡ് നടത്തിയിരിക്കുന്നത്. പുലർച്ചെ 3 മണിയോടെയാണ് കൊച്ചിയിൽ നിന്നുള്ള NIA ഉദ്യോഗസ്ഥർ പരിശോധന തുടങ്ങിയത്. 4 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ റെയ്ഡ് പൂർത്തിയായി. 4 വീടുകളിൽ നിന്ന് ഓരോരുത്തരെ വീതം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഒരാൾ കൂടി പിടികിട്ടാനുണ്ട്. ഇയാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. കേസുമായി ബന്ധപ്പെട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നതെന്നും വിശദമായി ചോദ്യം ചെയ്ത ശേഷം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യമായാൽ വിട്ടയക്കുമെന്നുമാണ് NIA ഉദ്യോഗസ്ഥർ ഇവരുടെ വീട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. കസ്റ്റഡിയിലായവരിൽ ഒരാൾ SDPIയുടെ ബ്രാഞ്ച് പ്രസിഡൻ്റാണ്. 2 പേർ സ്വർണ്ണപ്പണിക്കാർ. വന്ന ഒരു വാർത്തയാണ്. അപ്പോൾ SDPI പ്രവർത്തകർക്ക് എതിരെയുള്ള തിരച്ചിൽ അതിശക്തമായി വ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും SDPI പ്രവർത്തകർ നടത്തുന്ന പ്രവർത്തനങ്ങളെ NIA വളരെ കാര്യമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നുണ്ടോ, അതുമാത്രമല്ല തീവ്രവാദത്തിന് വേണ്ടി ഫണ്ടുകൾ കളക്ട് ചെയ്യുന്നുണ്ടോ, ഉപയോഗിക്കുന്നുണ്ടോ, മത തീവ്രവാദം വളർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ, അതുപോലെ നിരോധിത സംഘടനയായ സിമി, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളുമായി ഇവരുടെ ബന്ധങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകുന്നു, പാകിസ്ഥാനിലെ മുജാഹിദിനെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, IS ഭീകരരുമായി ഇവർക്ക് ബന്ധമുണ്ടോ, അതുപോലെ ഈ ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളുമായി ഇവർക്കുള്ള ബന്ധം എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ NIA വളരെ ഗൗരവമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല 10,000-ലധികം അക്കൗണ്ടുകളിൽ നിന്ന് SDPIക്ക് പണം വന്നിട്ടുണ്ട്, പണം വരുന്നുണ്ട് എന്നുള്ളത് ചില നാളുകൾക്ക് മുമ്പ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. എന്തായാലും SDPI പ്രവർത്തകർ എതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് NIA. അപ്പോൾ ഇത് ഒരു മതേതര പാർട്ടിയാണ് എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും അത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പൊളിറ്റിക്കൽ വിങ് ആയതുകൊണ്ട് ഇസ്ലാമിക് മത തീവ്രവാദം വളർത്തുവാൻ SDPI എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്താഗതി പരക്കെ പരന്നിട്ടുണ്ട്. എന്തായാലും SDPI പ്രവർത്തകർ രാജ്യദ്രോഹം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ ശിക്ഷ അവരനുഭവിക്കേണ്ടി വരും എന്ന് മാത്രമല്ല, തിഹാർ ജയിലിൽ പോയി കിടന്ന് ഉണ്ട തിന്നാം, പുറത്ത് വരാൻ സാധിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും മലപ്പുറം കേന്ദ്രീകരിച്ച് നല്ല റെയ്ഡുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം വരുന്നത് മലപ്പുറം കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ എന്തായാലും മലപ്പുറത്ത് SDPI പ്രവർത്തകരുടെ വീടുകളിൽ ശക്തമായ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 പേർ കസ്റ്റഡിയിൽ എന്നുള്ളത് കേരള കൗമുദിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് NIA ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്. കാരണം രാജ്യദ്രോഹം ചെയ്യുന്നവരെയും രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെയും മറ്റ് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെയും കൃത്യമായും ഈ രാജ്യത്ത് തന്നെ പുറത്താക്കണം. ദേശത്തോട് കൂറില്ലാത്തവരെയും രാജ്യത്തിന് വേണ്ടി നിൽക്കാത്തവരെയും ഈ ദേശത്ത് തന്നെ തല്ലി ഓടിക്കണം എന്നുള്ളത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്.